ഇനി ടി വി കെയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഏറ്റവും ഒരു അനിവാര്യമായ ഒന്നായി മാറും. മറിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉന്നത പോലീസ് മേധാവികളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം എന്തെന്നാൽ അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല. അനിയന്ത്രിതമായി ആളുകൾ വന്നു. അത് ടി വി കെയോട് നേരത്തെ തന്നെ അറിയിച്ചതാണ്. പാർട്ടിക്ക് അനുമതി നൽകുന്ന സമയത്ത് ടി വി കെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബുസി ആനന്ദ് അവിടെ എത്തി ആ ഒരു അനുമതി തേടുന്ന സമയത്ത് ആനന്ദിനോട് പറഞ്ഞതായിരുന്നു ഇത്തരത്തിൽ ആളുകൾ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യണം, അതിനെ നിയന്ത്രിക്കണം എന്ന് ഇത്തരത്തിൽ 23 നിബന്ധനകൾ നൽകിക്കൊണ്ട് അറിയിച്ചതായിരുന്നു. അതിൽ വീഴ്ച പറ്റിയത് ടി വി കെക്കാണെന്ന് പറയുന്നു. ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു ടേക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് അണ്ണാമലയാണ്. അണ്ണാമലൈ പൂർണ്ണമായിട്ടും ഈ വിഷയത്തിൽ സർക്കാരിനെ മാത്രമാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഒത്തുചേരൽ ഉണ്ടായാൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിപാടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പാർട്ടികളുടെ തന്നെ ഒരു അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് അവിടെയുള്ള ആളുകളുടെ സുരക്ഷ ഒരുക്കുക എന്നുള്ളത്. അത് മുൻകൂട്ടി കാണാനുള്ള സംവിധാനം പോലീസിനുണ്ട്, സർക്കാരിനുണ്ട്. അത് കണ്ടുകൊണ്ട് അവർ കൃത്യമായിട്ട് അതിലൊരു ടേക്ക് എടുക്കണമായിരുന്നു, അവർ അതിൽ ഇടപെടണമായിരുന്നു എന്നതടക്കമാണ് ഇപ്പോൾ ഇതിൽ അണ്ണാമലൈ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ നേതാക്കളുടെയും പ്രതികരണങ്ങൾ ഓരോ ഘട്ടത്തിൽ വരുന്നു. കോൺഗ്രസ് ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിക്കുന്നു. CPM-ന്റെ ഭാഗത്തു നിന്നും കടുത്ത ഭാഷയിൽ വിജയ്ക്കെതിരെയുള്ള വിമർശനം വരുന്നു. അത് സ്വാഭാവികമാണ്. കാരണം ആ പരിപാടിക്ക് യാതൊരു തരത്തിലുള്ള മാനദണ്ഡവും പാലിച്ചിരുന്നില്ല എന്ന് പ്രത്യക്ഷത്തിൽ ഒരൊറ്റ നോക്കിൽ തന്നെ 10 സെക്കൻഡ് ആ റാലി കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കവും പാലിക്കാതെ, നിബന്ധനകൾ പാലിക്കാതെ, നിർദ്ദേശങ്ങളൊക്കെയും കാറ്റിൽ പറത്തി നടത്തിയ ഒരു റാലിയാണ്. ആ റാലി അത്തരത്തിലേ നടത്തുകയുള്ളൂ എന്നുള്ള സൂചന വിജയ് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പൊതുയോഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു വേദിയിൽ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം അത് പറയുകയും ചെയ്തതാണ്. അപ്പോൾ അത് ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ രാത്രി അതൊരു വലിയ ദുരന്തമായി മാറുകയാണ്. പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിലെ താരാരാധന നമുക്ക് മനസ്സിലാവുന്നതാണ്. ഒരു ചെറിയ താരം എത്തുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്രയും അധികം ആളുകൾ എത്തും. ഈ വിജയെ പോലെയുള്ള താരങ്ങൾ കൂടുന്നയിടത്ത് ആളുകൾ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് ഒരു നിലയ്ക്കും പറയാൻ പറ്റില്ല. അവരുടെ ജീവനോ അല്ലെങ്കിൽ അവരുടെ യാതൊരു തരത്തിലുള്ള സുരക്ഷയ്ക്കും ഒരു വിലയും കൽപ്പിക്കാതെയാണ് ആളുകൾ പലയിടത്തും എത്തി വലിഞ്ഞു കയറുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ആളുകൾ പെരുമാറും എന്നറിയാവുന്ന പോലീസ് കൂടിയാണ്, അറിയാവുന്ന പാർട്ടി പ്രവർത്തകരാണ്. അപ്പോൾ ഇവരൊക്കെയും ഇതിനൊരു മുൻകരുതൽ എടുത്തുകൊണ്ട് ജനങ്ങളുടെ ജീവനാണ് ഏറ്റവും വലുത് എന്ന് കണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ട സമയമാണ്, സന്ദർഭമാണ് ഇത്തരത്തിൽ ഈ സന്ദർഭമൊക്കെയും. അപ്പോൾ അവിടെ കൃത്യമായി ഇടപെടാൻ കഴിയാതിരുന്നത് പാർട്ടിയുടെയും ഒപ്പം തന്നെ പോലീസിൻ്റെയും വീഴ്ച തന്നെയാണ്. അപ്പോൾ അതിലാണ് വിജയ് എന്തായാലും മറുപടി പറയേണ്ടത്. അദ്ദേഹത്തിന് ഇന്ന് തലകുനിച്ച് ഒരുപക്ഷെ മടങ്ങാനാകും, പക്ഷേ അദ്ദേഹം ഇതിന് മറുപടി നൽകേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പര്യടനം തുടങ്ങി ആകെ 3 ദിവസമേ ആകുന്നുള്ളൂ. 3 ആഴ്ച എന്ന് പറയുമ്പോൾ 3 ശനിയാഴ്ചകളിലാണ് അദ്ദേഹം പര്യടനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് 3 ദിവസം എന്നുള്ള നിലയിലേക്ക് കണക്കാക്കിയാൽ 6 വേദികളിൽ മാത്രമാണ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത്. കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇനിയും അദ്ദേഹം 34 വേദികളിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. 3-3.5 മാസക്കാലം ഇനിയും അദ്ദേഹത്തിൻ്റെ പര്യടനം തുടരേണ്ടതുണ്ട്. അപ്പോൾ ഏതാണ്ട് 21 ദിവസമാകുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു വലിയ അപകടമുണ്ടാകുമ്പോൾ ഏത് നിലയ്ക്കാണ് TVK ഇതിനെ മറികടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് നിലയ്ക്ക് വിജയ് ഇതിനെ മറികടക്കും? പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ആ ഗ്രൗണ്ട് പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ അത് DMK-യുടെ ഭാഗത്തു നിന്നും AIDMK-യുടെ ഭാഗത്തു നിന്നുമൊക്കെ വിജയ്ക്കെതിരെ ഒരു ഓൾ ഔട്ട് അറ്റാക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അത് സ്വാഭാവികമാണ്. അങ്ങനെ ആ തരത്തിൽ ഒരു വലിയ ദുരന്തമായി ഇത് മാറുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ പുറത്തു വരുന്നൊരു പ്രധാനപ്പെട്ട വിവരം, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്വകാര്യ ഹോസ്പിറ്റലുകൾ ഒരു തരത്തിലും ഇത്തരത്തിൽ വരുന്ന രോഗികളെ അഡ്മിറ്റ് ചെയ്യാതിരിക്കരുത്, നിർബന്ധമായും അഡ്മിറ്റ് ചെയ്തിരിക്കണം. അത് മറ്റൊരു ആരൊക്കെ ഇവരുടെ കൂടെ വരുന്നു, അതായത് കൂടെ ആരെങ്കിലും എത്തുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഘടകം പരിഗണിച്ച് അവരെ അവിടേക്ക് കയറ്റാതെ അവഗണിക്കാതെ സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ ചികിത്സ നൽകണമെന്ന് സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. അത് കൃത്യമായി അവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കെല്ലാം അത് നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് അവിടേക്ക് കൂടുതൽ ഡോക്ടർമാരെ അധികം ഒക്കെയും എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ കരൂർ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് സ്ഥലത്ത് എയർപോർട്ട് ഇല്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയും ഉണ്ട്. അപ്പോൾ അവിടേക്ക് ആളുകൾ എത്തുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഡോക്ടർമാർ എത്തുന്നതിലൊരു താമസം ഒരുപക്ഷെ ഉണ്ടായേക്കാം. അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ നിന്നും ഈ ജനറൽ PHCകളിൽ നിന്നും ഒക്കെ ഡോക്ടർമാരെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവധിയിലുള്ള ഡോക്ടർമാരെ അടക്കം
അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികൾക്ക് കൂടി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉറപ്പായും ഇത്തരത്തിലെത്തുന്ന എല്ലാ രോഗികൾക്കും അല്ലെങ്കിൽ എല്ലാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും ചികിത്സ നൽകണം എന്നുള്ളൊരു കാര്യം കൂടി അത്തരത്തിലൊരു ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ പ്രാധാന്യം നൽകേണ്ടത് അത് ഉറപ്പായിട്ടും ഈ ഒരു ആളുകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാകാതെ നോക്കലാണ്. അവിടെ കൂടുതലായിട്ടും ഇവർക്ക് ചികിത്സ ഉറപ്പുവരുത്തലാണ്, നല്ല ചികിത്സ ഉറപ്പുവരുത്തലാണ്. അപ്പോൾ ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു സർക്കാരിൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എം.കെ. സ്റ്റാലിൻ അവിടേക്ക് തിരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ കരൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വാഭാവികമായിട്ടും തൃച്ചി എയർപോർട്ടിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നൊക്കെ ആകും ഇനി ഈ കരൂരിലേക്ക് എത്തുക. വിജയ് തിരിച്ചു വരുമ്പോൾ സ്റ്റാലിൻ അങ്ങോട്ടേക്ക് പോകുന്നതും ഈ ഘട്ടത്തിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. അതും ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയായി, അതൊരു വലിയ ദൃശ്യമായി തന്നെ കാണാൻ കഴിയുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ സംഭവമായി അതുകൂടി മാറുകയാണ്. എന്തായാലും നിലവിലിപ്പോൾ ഈ ഒരു വിജയ്ക്കെതിരായുള്ള വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും അടക്കമൊക്കെ കൂടുതലായി വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.